കേരള ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി 59ാമത് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും ജീവിതത്തിന്റെ വിവിധ തുറകളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് സ്കോളർഷിപ്പ് വിതരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം എറണാകുളം MP ഹൈബീഡൻ നിർവഹിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി S. മനു ചടങ്ങിൽ മുഖ്യാതിഥിയായി. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ചാൾസ് ഡയസിന്റെ അധ്യക്ഷതയിലാണ് കേരള ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം എറണാകുളം MP ഹൈബീഡൻ നിർവഹിച്ചു. My humble request to all of you, as always, is to stay united as a community, because it is heartbreaking to see many of the infights amongst the community. Many of the schools have been taken over by the government. Many of the institutions which you have done excellently in the past, you have done quite well in the past, are under the custody of the governments. So when we had an Anglo-Indian management, a lot of people from this community could get admissions. They could manage their own system in which they could do a lot of development for those particular schools. കേരള ഹൈക്കോടതി ജഡ്ജി S. മനു ചടങ്ങിൽ മുഖ്യാതിഥിയായി. Doing anything continuously is a challenge, especially in the social field. Continuing something uninterruptedly for 59 years is something for which the leaders of the community should be congratulated. MLA T.J. വിനോദ്, സെന്റ് തെരേസാസ് കോളേജ് ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ വിനീത, ഫാദർ ഡോക്ടർ ഡഗ്ലസ് ബിൻഹീറോ, സെന്റ് ആൽബർട്ട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ റിബല്ലോ, കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ മനു ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. വൈസ് പ്രസിഡന്റ് എസ്മി ദുരാം സ്വാഗതവും സെക്രട്ടറി ഓബ്രി റോഡ്രിക്സ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. 250ലധികം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. പഠനത്തിന് മികവ് തെളിയിച്ച ആരൻ കൊറയ, ജോസഫ് ഹർട്ടിസ്, റീന കാർഡസ്, ബ്രയാൻ ലയണൽ ലൂയിസ് എന്നിവരെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി സെന്റ് ആൽബർട്ട്സ് കോളേജ് ഡീൻ ഡോക്ടർ ജിയോ ജോസ് ഫെർണാണ്ടസ് മാർഗനിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.